ാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ഫീങ്കാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് തീരം തൊട്ടിരിക്കുകയാണ്. കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പുതുച്ചേരിക്ക് സമീപത്താണ് കാറ്റ് തീരം തൊട്ടത്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റെത്തുന്നത്. ഇതേ തുടർന്ന് വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്ര തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 7 തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴ ഉണ്ട്. അവിടെ ഇനിയും വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകളും ഉണ്ട്. നിലവിൽ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കല്ലുറിച്ചി, കടലൂർ, പുതുച്ചേരി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. തമിഴ്നാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുമുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിലവിൽ ചെന്നൈ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. 100-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. 19 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഉടനീളമായി 2220 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. നിലവിൽ 500-ലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നിലവിലെ തമിഴ്നാട്ടിലെ സ്ഥിതിയെന്നും ഷിങ്കാലിന്റെ എങ്ങനെ നേരിടുമെന്നും അതോടൊപ്പം തന്നെ കാറ്റ് കരതൊട്ട ശേഷമുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ സമഗ്രമായി നോക്കേണ്ടതുണ്ട്. മഹേഷ് പോലൂരുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. മഹേഷ്, ഇനിയിപ്പോൾ ഫിങ്കാൽ ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എത്രത്തോളം ആശങ്കയുണ്ട് നിലവിൽ? തീർച്ചയായും സ്നേഹ, ഇപ്പോൾ ഫിങ്കാൽ ചുഴലിക്കാറ്റ് ഏതാണ്ട് 1 മണിക്കൂറിന് അടുപ്പിച്ചാകുന്നു ഇപ്പോൾ തീരം തൊട്ടിട്ട്. കാരക്കലാണ് ഈ കാറ്റ് ആദ്യം എത്തിയത്. ഇപ്പോൾ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, നഗരങ്ങളിൽ മഴയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ തീരമേഖലകൾ തീർത്തും വലിയ കാറ്റുമുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത മഴയും പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മഴ ശമിക്കുന്നുണ്ടെങ്കിലും ചെന്നൈ നഗരത്തിൽ പെയ്യുന്ന മഴ വലിയ തോതിലാണ്. അതായത് കനത്ത മഴയാണ് പെയ്യുന്നത്. ഇടയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു മഴയ്ക്ക്. പക്ഷേ ഇപ്പോൾ കാറ്റ് ഏതാണ്ട് തമിഴ്നാട് തീരത്തേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഉപഗ്രഹ ദൃശ്യങ്ങൾ തന്നെ നമുക്കതിനെ നോക്കാം. ഈ ദൃശ്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ചെന്നൈ നഗരത്തോട് ചേർന്നുള്ള ഭാഗത്ത്, ഈ ഭാഗത്തേക്ക് നമുക്കൊന്നുകൂടെ വ്യക്തമായി തന്നെ കാണാം. ചെന്നൈ നഗരത്തോട് ചേർന്ന് ഇപ്പോൾ കാറ്റ് പൂർണ്ണമായി എത്തുന്നു. ഈ കാറ്റിന്റെ ഐ ഏരിയ, അതായത് അതിന്റെ കേന്ദ്ര ബിന്ദു ഇപ്പോൾ ചെന്നൈ തീരത്ത് നിന്ന്, അല്ലെങ്കിൽ തമിഴ്നാട് തീരത്ത് നിന്ന് ഏകദേശം ഒരു 30-40 കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഈ ഭാഗത്തല്ല. നമ്മൾ അതിനെ കുറച്ചുകൂടി വ്യക്തമായി തന്നെ നമുക്കതിനെ പരിശോധിച്ചാൽ ഈ ഭാഗത്ത് മാത്രമല്ല, അതായത് ഈ കാറ്റ് വരുന്ന, അതായത് ഈ കേന്ദ്ര ബിന്ദു ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ഭാഗത്ത് കാറ്റിന്റെ ആഘാതം, പ്രതിഫലനം കുറവാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാറ്റിന്റെ ദിശ നോക്കൂ. ഇങ്ങനെയാണ് ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ വേഗത്തിൽ, അല്ലെങ്കിൽ 55-60 കിലോമീറ്റർ വേഗം കാറ്റിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഒരു ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാറ്റ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നേരത്തെ 90 കിലോമീറ്റർ വേഗത്തിലൊക്കെ കാറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്ത് നിലവിൽ അവിടെയുള്ളത് ഒരു 60 കിലോമീറ്റർ, 65 കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം ഉള്ളത്. അതിന്റെ കേന്ദ്രഭാഗം ഈ ഐ ഏരിയയിൽ കാറ്റിന്റെ വേഗം കുറവായിരിക്കും. പക്ഷേ ഈ ഐ ഏരിയ നേരെ സഞ്ചരിച്ച് കരയിലേക്ക് പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ കാഞ്ചീപുരം മേഖലയ്ക്ക്, അല്ലെങ്കിൽ ചെന്നൈക്കും കാഞ്ചീപുരത്തിനുമൊക്കെ ഇടയിലുള്ള ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാറ്റിന്റെ വേഗം കുറയും. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നതും. അത് തീരത്തേക്ക് പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ കാറ്റിന്റെ വേഗം കുറഞ്ഞ് സാധാരണഗതിയിലുള്ള ഒരു കാറ്റായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. സ്നേഹ, എന്തായാലും കാറ്റ് തീരത്തെത്തി. ചെന്നൈ നഗരത്തിലാകെ വെള്ളക്കെട്ടും മറ്റ് അനുബന്ധ. മഹേഷ്, അതായത് കാറ്റ് തീരത്തെത്തുന്നതിനോടൊപ്പം തന്നെ ഈ മഴ, കനത്ത മഴ ചെന്നൈ നഗരത്തിലുണ്ട് എന്ന് ആണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ചെന്നൈയുടെ ഒരു സാഹചര്യമൊക്കെ വെച്ച് എത്രയും വേഗം വെള്ളക്കെട്ടുണ്ടാകാനും ഫ്ലഡിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ മഴയുടെ സ്വാധീന ഫലമായി എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അടക്കം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ചെന്നൈ നഗരം മാത്രം എടുത്താൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അവിടുത്തെ തടാകങ്ങളിലൊക്കെ വെള്ളം ഏറി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സബ്വേകളിൽ വെള്ളം നിറഞ്ഞ് അത് അടച്ചുപൂട്ടിയ സാഹചര്യമുണ്ട്. മഴയുണ്ട്, വെള്ളക്കെട്ടുണ്ട് ചെന്നൈ നഗരത്തിൽ. മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ ഈ നിമിഷം വരെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതൽ നടപടികളിലേക്ക് നേരത്തെ തന്നെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ, റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ജംഗ്ഷനുകളിലൊക്കെ ആ വെള്ളം മാറ്റാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. മോട്ടോറുകളും മറ്റും വെച്ച് അവിടെ വെള്ളം മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതായത് ആ ചുഴലിക്കാറ്റിൻ്റെ തീവ്രമായ
സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഇപ്പോൾ അത് ഇനി അതിനുശേഷം മാത്രമാകും ഒരു പക്ഷേ രക്ഷാദൗത്യം അല്ലെങ്കിൽ കുറെ കൂടി എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിച്ചത്ര ഒരു എഫക്റ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു സൂചന. 90 കിലോമീറ്റർ വേഗമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് ഒരു പക്ഷേ കാറ്റ് വീശാൻ സാധ്യതയില്ല. കനത്ത മഴയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നിലവിൽ ഇപ്പോൾ മഹേഷ് സൂചിപ്പിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ മഴയെ എങ്ങനെ നേരിടേണ്ടതുണ്ട് എന്നതിനായിരിക്കും അല്ലേ ഒരുപക്ഷെ തമിഴ്നാട് കൂടുതൽ സജ്ജമാകേണ്ടത്. അത്തരത്തിൽ 2000-ലധികം ക്യാമ്പുകൾ അടക്കം സജ്ജമായിട്ടുണ്ട്, 500-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നൊക്കെ തന്നെ രാവിലെ മുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തമിഴ്നാടിന്റെ മുൻകരുതലുകൾ, മുന്നൊരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, സമഗ്രമായി എങ്ങനെ പറയാം? തീർച്ചയായും നേരത്തെ തന്നെ, അതായത് നമുക്ക് ഒരൊറ്റ ചിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അതായത് ഈ കാറ്റിന്റെ സഞ്ചാരപാത ഒരിക്കൽ കൂടി നമുക്കത് വിശദമാക്കിയാൽ തന്നെ നമുക്കത് കൃത്യമായി അറിയാൻ സാധിക്കും. നോക്കൂ, ഇവിടെ ഈ ജാഫ്നയ്ക്ക് കിഴക്കായി, ജാഫ്നയ്ക്ക് വടക്ക് ഭാഗത്തായി ഈ ഭാഗത്താണ് ഏതാണ്ട് ഈ കാറ്റ് രൂപപ്പെടുന്നത്. അതിനുശേഷം ഇത് ദിവസങ്ങളെടുത്താണ് പതിയെ ഈ ചെന്നൈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് മണിക്കൂറിൽ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ വളരെ, അതായത് ദിവസങ്ങളെടുത്താണ് ഇത് കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക്, തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ അപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഈ ഭാഗത്ത് അതിതീവ്ര ന്യൂനമർദ്ദമായി ഇത് രൂപപ്പെട്ട് ഇത് കറങ്ങി നിൽക്കുന്ന സമയത്ത് ശ്രീലങ്കയിൽ 15 പേരുടെ ജീവൻ എടുക്കാൻ ഈ കാറ്റിനായിരുന്നു, അല്ലെങ്കിൽ ഈ കാറ്റിലേക്ക് നയിച്ച ഈ ന്യൂനമർദ്ദത്തിന്, അതിതീവ്ര ന്യൂനമർദ്ദത്തിനായിരുന്നു 4 ലക്ഷത്തോളം പേരെ അവിടെ നേരിട്ട് ഇതിന്റെ ആഘാതം, ഇതിന്റെ പ്രതിഫലനം ഉണ്ടായി. വലിയ തോതിലുള്ള മഴ ശ്രീലങ്കയിൽ ഉണ്ടായി. അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അതിനുശേഷമാണ് പതിയെ ദിവസങ്ങളെടുത്ത് ചെന്നൈക്ക് ലക്ഷ്യമാക്കി അല്ലെങ്കിൽ തമിഴ്നാടിന്റെ തീരമേഖലയെ ലക്ഷ്യമാക്കി ഈ കാറ്റ് എത്തുന്നത്. അപ്പോൾ ഈ കാറ്റ് ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ അവിടെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേനയും NDRF-ഉം അവിടെ കൃത്യമായി തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാലയങ്ങളൊക്കെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവധി പ്രഖ്യാപിക്കുകയും കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ സുരക്ഷിതരായി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. വൈദ്യുതി പല മേഖലകളിലും ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നേരിടാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തമിഴ്നാട് ആ തരത്തിലും മുന്നോട്ട് പോയിരുന്നു. രക്ഷാപ്രവർത്തകരെ നേരത്തെ തന്നെ നിരത്തിലിറക്കിയിരുന്നു. താഴ്ന്ന പ്രദേശത്ത് വെള്ളം കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് തടയാനുള്ള നടപടികളൊക്കെ ആ തരത്തിലുണ്ടായിരുന്നു. അതിനപ്പുറത്താണ് ഇന്നിപ്പോൾ വിമാനത്താവളം നേരത്തെ അടച്ചത് നമ്മൾ കണ്ടു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആദ്യം 4 മണി വരെ എന്ന് പറഞ്ഞു, പിന്നീട് അത് 7 മണിയായി. ഇപ്പോഴത് നാളെ പുലർച്ചെ 4 മണി വരെ ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ച് മുന്നൊരുക്കം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ മുൻകരുതൽ നടപടി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള അപകടത്തിന് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ നേരിടാൻ സജ്ജമായി തന്നെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല അവിടെ ആളുകളെ നേരത്തെ സ്നേഹ പറഞ്ഞത് തന്നെയാണ്, 2200-ലധികം ക്യാമ്പുകൾ, അതിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഇപ്പോൾ തന്നെ സുരക്ഷിതരാക്കിയിട്ടുണ്ട്. എന്തായാലും കടന്നു പോകുന്ന 4 മണിക്കൂർ അത് വളരെ നിർണായകമാണ് സ്നേഹ. ആ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഒരു 11 മണി 12 മണി വരെയുള്ള സമയം വളരെ ക്രൂഷ്യലാണ്. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു ആഘാതം ഏത് തരത്തിലും ഉണ്ടാകുന്നത്. മഴ തുടരും. നാളെയും മറ്റന്നാളും ഒക്കെ മഴ തുടർന്നാൽ ഒരു പക്ഷേ ചെന്നൈ നഗരത്തിലെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മഴ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാവും, അല്ലെങ്കിൽ മഴ കൂടുതൽ കനത്ത് പെയ്യുമ്പോൾ അവിടെ താങ്ങി നിർത്താനുള്ള മഴ കൂടുതൽ. അവിടെ നമുക്കറിയാം ചെന്നൈ നഗരത്തിൽ നിന്ന് മുൻപ് നമ്മൾ കണ്ടതാണ്, 1 മണിക്കൂറുകൾ മാത്രം മഴ പെയ്താൽ പോലും ആ നഗരം വെള്ളത്തിനടിയിൽ ആയി പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ്, ജാഗ്രതയോടെയാണ് ഈ നിമിഷത്തെ തമിഴ്നാട് നേരിടുന്നത്. രാജ്യം ഇത് കൃത്യമായി തന്നെ അതിന്റെ മുന്നൊരുക്കത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു. വലിയ അപകടങ്ങളില്ലാതെ പോകും എന്ന് തന്നെ നമുക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം സ്നേഹ.